സോ നമ്മളെല്ലാവരും എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലേ. ഒരു 5-6 വർഷം മുമ്പാണ് ലൂസിഫർ എന്നൊരു സിനിമ ഇറങ്ങുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്ത, മോഹൻലാൽ അഭിനയിക്കുന്ന, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഉള്ള ലൂസിഫർ എന്നൊരു സിനിമ ഇറങ്ങുന്നത്. ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഹൈപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം അതിൻ്റെ പാട്ടുകളായാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും അതിൻ്റെ അനമോർഫിക് ലെൻസുകളായാലും എല്ലാവരുടെയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ലൂസിഫർ. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങുമ്പോൾ അന്നുണ്ടായിരുന്ന ഹൈപ്പിനേക്കാൾ ഡബിൾ ഇരട്ടി ഹൈപ്പാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ ലൂസിഫർ എന്ന സിനിമ തന്നെയാണ്. ആ സിനിമ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെയുണ്ട്, ലോകമെമ്പാടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ ഡബിൾ ഇരട്ടി പ്രതീക്ഷയോടെ ആയിരിക്കും ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്നത്. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എമ്പുരാനിൽ. കാരണം ഞാൻ പറയാം, ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. ഞാൻ ലാലേട്ടൻ്റെ മിക്ക പടങ്ങളും കണ്ടിട്ടുണ്ട്. എല്ലാവരെ പോലെ തന്നെ കൊച്ചുനാൾ തൊട്ടേ ലാലേട്ടൻ്റെ പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ തന്നെ പലപ്പോഴും തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പടങ്ങൾ പോലും ലാലേട്ടൻ്റെ പടങ്ങൾ തന്നെയാണ് കൂടുതലും. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല, സക്സസ് ആവുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പുള്ളിയുടെ താടീനെ വെച്ച് കളിയാക്കുക, പുള്ളിയുടെ തടി വെച്ച് കളിയാക്കുക, അങ്ങനെ പല പല കളിയാക്കലിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് പുള്ളി കടന്നു പോയത്. പക്ഷേ പുള്ളിയെ എല്ലാവർക്കും അറിയാന്നുള്ളതിൽ എല്ലാം പോസിറ്റീവായിട്ട് എന്താ മോനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ലൈഫിൽ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചിരിച്ചുകൊണ്ട് അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. പുള്ളിയുടെ ചിരി ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ചിരിയെ പറ്റി കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെൻ മോഹൻലാൽ സ്മൈൽസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലൈറ്റ് ഹൗസ്. അപ്പൊ അദ്ദേഹത്തിന്റെ റീസെന്റ് ഇന്റർവ്യൂസ് നമ്മൾ നോക്കുമ്പോൾ പോലും പുള്ളി വളരെ ഹാപ്പിയാണ്, പുള്ളി വളരെ ചില്ലാണ്. ഇർഫാന്റെ ഇന്റർവ്യൂ ആയാലും ഭരദ്വാജ് അംഗന്റെ കൂടെയുള്ള ഇന്റർവ്യൂ ആയാലും നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്യുന്നതും ഉത്തരം കൊടുക്കുന്നതും. സോ ആസ് എ മലയാളി നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം സന്തോഷമാണ് തരുന്നത്. സോ എമ്പുരാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ആസ് എ ഫാൻ ബോയ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എമ്പുരാൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് തന്നെ പല പല റെക്കോർഡ്സുകളും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ബുക്ക് മൈ ഷോ വരെ ഒരു ദിവസത്തേക്ക് സെർവർ ഡൗൺ ആക്കാനും കഴിവുള്ള രീതിയിൽ ഈ പടത്തിന്റെ ഹൈപ്പ് വലുതായിട്ടുണ്ട്. ആ ഹൈപ്പ് വലുതാനും ഒരുപാട് കാരണങ്ങളുണ്ട്. ലൂസിഫർ എന്ന സിനിമയും പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടറുടെ മേലുള്ള വിശ്വാസവും മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിന് മേലുള്ള വിശ്വാസവും, പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ പഴയ പോലെ ഒന്ന് കാണാൻ ഫുള്ള് ഗ്ലോറിയിൽ തിയേറ്ററിൽ ആ സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ സംഭവം സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് നാളത്തെ പടങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാം, വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് നേര് പോലുള്ള നല്ല നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഒരു നല്ലൊരു പടം തിയേറ്ററിൽ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടത്തിലേക്ക് പുള്ളി എത്തുന്നില്ല ഒരു പടങ്ങളും. പക്ഷേ ഈ വർഷം പുള്ളിയുടെ ഒരു റിഡംഷൻ ആർക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ എമ്പുരാൻ വരുന്നുണ്ട്, അതിന് തൊട്ട് ഉടനെ തന്നെ തുടരും വരുന്നുണ്ട്. അപ്പോൾ തുടരും ട്രെയിലർ കാണുമ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേറൊരു ലാലേട്ടനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല പല സിനിമകളിലായിട്ട് കണ്ടുവന്ന ലാലേട്ടൻ്റെ ആ ഒരു സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ ജസ്റ്റ് ആ ഒരു ഫൺ എലമെന്റ് മാത്രമല്ല, എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ആ ഒരു സിനിമയിൽ ഉണ്ടെന്നാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും എല്ലാവരും തുടരവും പോയി കാണുക. അപ്പൊ ഈ വർഷം എൻ്റെ ഒരു ഇതിൽ ഈ 2 പടങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് വളരെ വലിയ രീതിയിൽ അനൗൺസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എമ്പുരാൻ നാളെ ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ പറയാം. പക്ഷേ ആസ് എ മലയാളി, ആസ് എ ഫിലിം ലവർ, എമ്പുരാൻ എന്ന സിനിമ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഔട്ട്സൈഡുള്ള മാർക്കറ്റുകൾ വലുതാവാനും നമ്മുടെ സിനിമകൾ പുറത്തുള്ള ആളുകളിലേക്ക് എത്താനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. സോ ദയവ് ചെയ്ത് എമ്പുരാൻ എന്ന സിനിമയിലുള്ള സ്പോയിലറുകളും ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് സ്പോയിൽ ചെയ്യാതിരിക്കുക. കാരണം അത് ഒരുപാട് പേരുടെ ആസ്വാദനം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്, ഒരു ചെറ്റപ്പരിപാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ നിങ്ങളത് ചെയ്യാതിരിക്കുക. നിങ്ങൾ പോവുക, സിനിമ കാണുക, എൻജോയ് ചെയ്യുക, വരിക. സോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്ട്സ് ആണ് എമ്പുരാൻ. സോ അതിനെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. നല്ലൊരു സിനിമ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ പോയി കണ്ടിട്ട് പറയാം. അതുമാത്രമല്ല, നമ്മുടെ ലാലേട്ടനെയും തിരിച്ച് സ്ക്രീനിൽ ആ ഒരു ഗ്ലോറിയിൽ, ആ ഒരു അടിപൊളി പരിപാടിയിൽ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എമ്പുരാനായാലും തുടരുമായാലും ഐ എം വെയിറ്റിംഗ്. ബാക്കി നാളെ കണ്ടിട്ട് പറയാം.